ബജറ്റ് അവതരണത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി. ഇനി കേന്ദ്ര ക്യാബിനറ്റ് ബജറ്റിന് അംഗീകാരം നൽകും. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. നേരത്തെ ധനകാര്യ വകുപ്പിൽ എത്തിയ ധനമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. കൂടിക്കാഴ്ചയിൽ സഹമന്ത്രിയും ധനസഹമന്ത്രിയും പങ്കെടുത്തു. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അതിനുശേഷം ആണ് പാർലമെന്റിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പാർലമെന്റിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ധനമന്ത്രി ബജറ്റിന്റെ ടാപ്പ് പ്രേക്ഷകരെ അടക്കം മാധ്യമങ്ങളെ അടക്കം ഉയർത്തിക്കാണിക്കുന്നു. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ആണ് കരുതി വെച്ചിട്ടുണ്ടാവുക? ഇടത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന ആദായ നികുതി സ്ലാബിലെ വർധനവ് ഇത്തവണയെങ്കിലും ഉണ്ടാകുമോ? മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ടാക്സ് നിരക്കുകൾ ആയിരിക്കും ഏർപ്പെടുത്തുക? കാർഷിക മേഖലയ്ക്ക് എന്ത് ഊന്നൽ ആണ് ഈ ബജറ്റ് നൽകാൻ പോകുന്നത്? നിരവധി തൊഴിലവസരങ്ങൾ കണ്ടെത്തേണ്ട പശ്ചാത്തലത്തിൽ തൊഴിൽ മേഖലയെ കരുപ്പിടിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ IT മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? ഒപ്പം വനിതകൾക്കും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിക്കൊണ്ടുള്ള നിരവധിയായ പദ്ധതികൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ പദ്ധതികളൊന്നും നിലവിൽ കാര്യക്ഷമമല്ല എന്ന വലിയ വിമർശനം കൂടി ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പാർലമെന്റിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രിമാർ ഓരോരുത്തരായി പാർലമെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്ന് ബജറ്റിന് അനുമതി നൽകും. അതിനുശേഷം ആണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത്തവണയും കേരളമേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേന്ദ്ര ബജറ്റിനെ നോക്കിക്കാണുന്നത്. 24,000 കോടി രൂപയുടെ പാക്കേജ് ആണ് കേരളം ഇത്തവണ ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2,000 കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി പ്രത്യേകമായി അനുവദിക്കണം എന്ന ആവശ്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും തീരശോഷണവും കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളായതിനാൽ അതിന് പ്രത്യേകമായ പരിഗണന നൽകണം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് കൂടുതൽ തുക അനുവദിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ മറ്റൊരു ആവശ്യം. തീർത്ഥാടന സർക്യൂട്ടിൽ ഒരുപക്ഷെ ഇത്തവണയെങ്കിലും ശബരിമല ഇടം പിടിച്ചേക്കും എന്ന പ്രതീക്ഷ പുലർത്തുമ്പോൾ ശബരി പാതയ്ക്ക് എന്ത് എന്നതും എടുത്തു പറയേണ്ടതാണ്. കേരളയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത തട്ടുകളിൽ ആണ് എങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ മേഖലയ്ക്ക് എന്ത് എന്നുള്ളതും കേരളം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. കാർഷിക മേഖലയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബർ കർഷകർക്ക് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? റബ്ബറിന്റെ താങ്ങുവിലയിൽ മാറ്റം ഉണ്ടാകുമോ എന്നതടക്കം ആണ് പരിശോധിക്കുന്നത്. ഒപ്പം മറ്റ് കർഷകർ, നെൽകർഷകർ, ക്ഷീരകർഷകർ, അതോടൊപ്പം തന്നെ നാളികേര കർഷകർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രവുമല്ല ഉത്തരേന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളകൾക്ക് കൂടുതൽ പരിഗണന നൽകുമോ എന്നതെല്ലാം അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന് എത്ര തുകയായിരിക്കും ബജറ്റിൽ മാറ്റിവെക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തെല്ലാം പദ്ധതികൾ ആണ് ഊന്നൽ നൽകുക? സ്ത്രീ സുരക്ഷയ്ക്ക് അതോടൊപ്പം തന്നെ വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി തുക എത്രത്തോളം മാറ്റിവെക്കും? ഒപ്പം സ്കിൽഡ് ലേബേഴ്സിനെ വളർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളുണ്ടാകും? സ്റ്റാർട്ടപ്പ് മിഷനുകൾ കൂടുതൽ സജീവമാക്കുന്നതിന് എന്തെല്ലാം പദ്ധതികളുണ്ടാകും? ഇങ്ങനെ വിവിധ മേഖലകളെ സ്പർശിച്ചു പോകുന്ന ബജറ്റിൽ ഓരോ മേഖലയ്ക്കും എന്തെല്ലാം ആണ് കരുതി വെച്ചിട്ടുണ്ടാവുക എന്നതാണ് അല്പസമയത്തിനകം അറിയാൻ സാധിക്കുന്നത്. മനു, നമ്മൾ എപ്പോഴും ഊന്നൽ നൽകുന്നത് ഈ ആദായ നികുതി സ്ലാബുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം അതാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് എന്നതാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്രമം, അത് സാമ്പത്തിക അടിത്തറ മോശമായാൽ അത് പ്രത്യക്ഷമായല്ല എങ്കിൽ പോലും പരോക്ഷമായി എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ ആദായ നികുതി സ്ലാബിൽ മാറ്റമുണ്ടാക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. കാരണം ഇടത്തരക്കാരിൽ നിന്നടക്കം വാങ്ങുന്ന വ്യക്തിഗത നികുതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ പരിധി മാറ്റിയാൽ അതിന് പകരം എന്ത് എന്നതും ഈ പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ടതായി മാറില്ലേ?
അഭിലാഷ്, സ്വാഭാവികമായും ആദായ നികുതി കേരളം പോലുള്ള ഈ മധ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇടത്തട്ടുകാർ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടെയാണ് ആളുകളെ നോക്കിക്കാണുന്നത്. മറ്റൊന്ന്, ഈ ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫോർമൽ സെക്ടറിലെ ജീവനക്കാർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം അങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമില്ല. ഓരോ വർഷവും ഒരു പ്രത്യേക ശതമാനം വെച്ച് ഇത് വർദ്ധിക്കുന്നു. അവർക്ക് കൂടുതൽ പണം ചെലവഴിക്കാൻ നികുതിയിൽ കുറവ് വരിക എന്നത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏകപ്പം വഴി. സ്വാഭാവികമായും ഇത്തരം ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നത്, നമ്മൾ ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ് എന്ന നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം ഒരു വലിയ ഘടകവുമാണ്. ഈ അന്തരം, അതായത് സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തോടെ നീക്കുമ്പോൾ തന്നെ അതിൽ അല്ലെങ്കിൽ ഇടത്തട്ടുകാരുടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മുന്നേറ്റമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും നമ്മുടെ 1947 നമ്മുടെ ആർ കെ ഷൺമുഖം ചെട്ടി ഇതുപോലെ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇന്ത്യയിലാണ് നമ്മൾ അടുത്ത ഒരു ബജറ്റ് മണിക്കൂറുകളിൽ ഒരു ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഷൺമുഖം ചെട്ടിയുടെ ബജറ്റ് ഒരുപക്ഷെ കാർഷിക അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ വളരെ താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ബഡ്ജറ്റാണെങ്കിൽ, നമുക്ക് ഈ 2025 ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാ മേഖലകളെയും സർവ്വതല സ്പർശിയാകാതെ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമാണ്. നമുക്ക് മുമ്പൊക്കെ ഉള്ളതുപോലെ കാർഷിക മേഖലയ്ക്ക് വലിയ പരിഗണന നൽകാൻ ഒരുപക്ഷെ ഈ ബജറ്റിന് കഴിയില്ല. കാരണം പശ്ചാത്തല സൗകര്യ വികസനം ഒരു പ്രധാന ഘടകമാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത് തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നത് സർക്കാരിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മൾ എത്ര തന്നെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാലും സർക്കാരിന് അത് കഴിയില്ല. ഫോർമൽ സ്ട്രക്ചറൽ ഗ്രോത്ത് ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ EPFOൻ്റെ കണക്കൊക്കെ പറഞ്ഞ് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു, തൊഴിൽ എടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വളരെ കൃത്യമായ ഒരു വസ്തുത തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. അപ്പം സ്വാഭാവികമായും ഇപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു വലിയ വർക്ക് ഫോഴ്സ് ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇവരൊക്കെ മടങ്ങി വരേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അത് വലിയ പ്രശ്നം നമ്മളിൽ ഉണ്ടാക്കും. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു, കുടിയേറ്റ നയങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നൊക്കെ ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയിൽ നമ്മൾ നീങ്ങുകയാണ്. പക്ഷേ ഇതൊക്കെ ഒരു തിരിച്ചടിയാകുന്നൊരു ഘട്ടം ഏത് സമയത്തും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ അതിജീവിക്കാൻ ഒരു ലേബർ ഫോഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിപണിയായി ഇന്ത്യ മാറുക എന്നുള്ളത് ഒരു വലിയ ഇതാണ്. അപ്പോൾ ഒരുപക്ഷെ ആളുകൾ മടങ്ങി വരുമ്പോൾ നമുക്ക് അത് പറയാൻ കഴിയും, അത് റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ വരുന്നു, അത് നമുക്ക് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുപോയ ആളുകൾ തിരിച്ച് രാജ്യത്ത് മടങ്ങിയെത്തുമ്പോൾ അവരിവിടെ പുതിയ സംരംഭങ്ങൾ തീർച്ചയായും മനു സൂചിപ്പിക്കുന്നത് പോലെ ആഗോള സാഹചര്യങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വലിയൊരു ശതമാനം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആണ്. അവിടെ നിന്ന് പണം ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ നിന്ന് അടക്കം ഏറ്റവും അധികം വിദ്യാസമ്പന്നർ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള ക്രമത്തിൽ വരുന്ന മാറ്റം, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഭരണമാറ്റം, ഡൊണാൾഡ് ട്രംപ് അവിടെ അധികാരമേറ്റതിന് ശേഷം H-1B വിസയിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാഹചര്യമുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കും, ഏത് രാജ്യത്ത് നിന്നും ഉള്ളവരെ എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എങ്ങനെയാകും രാജ്യത്തെ ബാധിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടായേക്കാം. എന്താകും ബജറ്റിൽ എന്നത് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും കാത്തിരിക്കുന്നത്. വളരെ